പോകാൻ പറ്റേണ്ടതാണെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈനും ലേഔട്ടും തമ്മിലുള്ള വ്യത്യാസം മുമ്പ് ഒരിക്കൽ നമ്മൾ തുടക്കത്തിൽ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡിറ്റിംഗിൽ പറയേണ്ടതായിട്ടുണ്ട്. ഡിസൈൻ എന്ന് പറയുന്നത് അതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ക്രിയേഷൻ ഓഫ് എ പ്ലാൻ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ എ സിസ്റ്റം. നമ്മളിപ്പോൾ ഒരു പേജിന്റെ കാര്യമാണെങ്കിൽ ആ പേജ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ ഒരു പ്ലാൻ ആണ് ആക്ച്വലി ഡിസൈൻ എന്ന് പറയുന്നത്. അതേസമയം ലേ ഔട്ട് ഈസ് ദി അറേഞ്ച്മെന്റ്സ് ഓഫ് ദി ഐറ്റംസ് ഇൻ ദാറ്റ് പേജ്. ആ പേജിൽ എന്തൊക്കെ ഐറ്റം എങ്ങനെയൊക്കെ വെക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ലേ ഔട്ട്. അപ്പോൾ ലേ ഔട്ട് കുറെ കൂടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഒരു കാര്യമാണ് എങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം സംഭവമാണ്. അത് എന്തിനായിരിക്കും നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റിംഗ് ദി യൂസേഴ്സ് അറ്റൻഷൻ ഓൺ ദി പേജ്, കൺവേയിങ് ദി മീനിങ് ആൻഡ് സീക്വൻസിങ് ദി പോയിന്റ് ഓഫ് ഇന്ററാക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി, സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കൃത്യമായി വൃത്തിയായിട്ട് ലേ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം പ്ലാൻ ആയിട്ടുള്ള ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട്, ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രിഡായിട്ട് വേണം, എത്ര കോളമായിട്ട് ഡിവൈഡ് ചെയ്യണം, എത്ര വൈറ്റ് സ്പേസ് വേണം, എത്ര മാർജിൻ വേണം, ഏത് ടൈപ്പ് സൈസ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ലോങ് ടേം പ്രോസസ്സിൽ നിന്ന് പ്രോസസ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു സാധനത്തിൽ എങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ പേജ് ചെയ്യാം, അന്നത്തെ മെയിൻ വാർത്ത എവിടെ വെക്കണം, അന്നത്തെ ഫോട്ടോ എങ്ങനെ വെക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ കയറുന്ന സമയത്ത് അനീഷ് സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പേജിന്റെ 3 ടൈപ്പ് പേജിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. അതായത് ബ്രോഡ് ഷീറ്റ്, ടാബ്ലോയിഡ് ആൻഡ് ബെർലൈനർ, ഇങ്ങനെ ഒരു 3 ടൈപ്പ് പേജുകളുണ്ട്. യൂഷ്വലി നമ്മളുടെ ദിവസവും നമ്മൾ രാവിലെ കാണുന്ന ന്യൂസ് പേപ്പറിന് ബ്രോഡ് ഷീറ്റ് എന്നാണ് പറയാറുള്ളത്. ആ ബ്രോഡ് ഷീറ്റിന്റെ തന്നെ വലിപ്പം ഇപ്പോൾ 2000-ന്റെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ചെറുതാണ് ഇപ്പോൾ എന്നുള്ളത് വേറൊരു തമാശ. എങ്കിലും അത് ഇറ്റ് ഈസ് നോൺ ആസ് ബ്രോഡ് ഷീറ്റ്. പിന്നെ വരുന്നത് ടാബ്ലോയിഡ്, നമ്മളുടെ ഏതാണ്ട് ഈവനിങ് ഡെയിലീസ് ഒക്കെ വരുന്ന ഒരു വലിപ്പമാണ് ടാബ്ലോയിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സൈസിനെയാണ് മിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പത്രമൊക്കെ അതിലായിരുന്നു അച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു സൈസിനെയാണ് നമ്മൾ ബെർലൈനർ എന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ പൊതുവെ നമ്മളുടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എ ബ്രോഡ് ഷീറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 8 കോളംസ് ബിഫോർ എന്താണ് ഡൂയിങ് ദ പേജ് ലേ ഔട്ട് ഓർ പേജിനേഷൻ, അല്ലേ? ഒരു സാധാരണ നമ്മളൊരു പത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 8 കോളം ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി നോൺ ആസ് 8 കോളം ഗ്രിഡ് ഫോർമാറ്റ്. ആ ഒരു ഫോർമാറ്റിനെ നമ്മൾ പറയുക 8 കോളം ഗ്രിഡ് ഫോർമാറ്റ് എന്നാണ്. അപ്പൊ ഗ്രിഡ് എന്ന് പറയുന്നത് ഗിവൺ സ്പേസിനെ ഈക്വൽ ആയിട്ട് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ബേസിക് സാധനമാണ്. അതാണ് അതിന്റെ ഏറ്റവും ബേസ്. ആ ബേസിൽ ചിലപ്പോൾ നമ്മൾ 8 കോളത്തിന്, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരു കോളത്തിന് നമ്മൾ ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളത്തിന്റെ പകുതിയും എടുത്തുകൊണ്ട് 1.5 കോളവും, ബാക്കി പകുതിയും അടുത്ത കോളം എടുത്തിട്ട് ബാക്കി ഒരു കോളവും വെച്ചിട്ട് ഒരു 3 കോളത്തിനെ 2 കോളമാക്കി വെക്കുന്ന രീതിയൊക്കെ പതിവുണ്ടാകും. അതായത് 1.5 കോളം ഒരു കോളമാക്കി വെച്ച് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഏതാണ്ട് 2 കോളത്തിന്റെ സ്പേസ് ആണ് ഒറ്റ കോളമാക്കി വെക്കാറുള്ളത്. പക്ഷേ ബേസിക്കലി ഏറ്റവും അണ്ടർലൈങ് ആയി കിടക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ബ്രോഡ് ഷീറ്റിന്റെ ഗ്രിഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് 8 കോളം ഗ്രിഡ് ഫോർമാറ്റ് ആണ്. അതേസമയം ടാബ്ലോയിഡിന്റെ പൊതുവെ അത് 4 കോളം ഗ്രിഡ് ഫോർമാറ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു സംഭവമാണ് ബേസിക്കലി ആദ്യം ഡിസൈനിൽ വരുന്നുണ്ടാവുക. ഗ്രിഡ് എന്താണ്, എത്ര കോളം ഗ്രിഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ് ആദ്യം ലേ ഔട്ടിൽ വേണ്ടത്. അതൊരു ലോങ് ടേം സാധനമായിരിക്കും. ദെൻ കംസ് ടൈപ്പോഗ്രഫി. എന്ത് ടൈപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. ടൈപ്പോഗ്രഫി എന്നുള്ളത്, ദ വേർഡ് ടൈപ്പോഗ്രഫി കംസ് ഫ്രം ഗ്രീക്ക് വേർഡ് ടൈപ്പോസ്. നമ്മളിപ്പോൾ
ടൈപ്പിംഗ് എററിന് ടൈപ്പോസ് എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷെ ഒറിജിനലി ദി ഒറിജിനൽ മീനിങ് ഓഫ് ടൈപ്പോസ് ഇസ് ടു ഫോം ഓർ ടു ഇംപ്രഷൻ ഓർ ടു മേക്ക് ഇംപ്രഷൻ എന്നൊക്കെയാണ്. ഇംപ്രഷൻ മീൻസ് നമ്മൾ അതിലൊരു ഒരു ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലാണ്ട് ഒരാളുടെ അതും അത് ഇംപ്രഷനാണ്, നമുക്ക് ഒരാളുടെ മനസ്സിൽ ആലേഖനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഇംപ്രഷൻ എന്നുള്ളവിടെ. അപ്പോൾ ഉണ്ടാക്കുക, ആലേഖനം ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്ന ടൈപ്പോസും ഗ്രാഫൈൻ, ടു റൈറ്റ് എന്നുള്ള ഗ്രാഫൈൻ എന്ന വേർഡും ഉപയോഗിച്ചുകൊണ്ടാണ്, എന്നീ രണ്ട് ഗ്രീക്ക് വേർഡുകളുടെ കോമ്പിനേഷനാണ് നമ്മൾ ഇന്ന് കാണുന്ന ടൈപ്പോഗ്രഫി. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആർട്ട് ആൻഡ് ടെക്നിക് ഓഫ് അറേഞ്ചിങ് ലെറ്റേഴ്സ്. ഒരു പ്രത്യേക തരത്തില് ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. അത് ആദ്യകാലങ്ങളിൽ ഞാൻ പോലും കണ്ടിട്ടില്ല, ഐ മീൻ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെക്കാൾ എന്തായാലും കുറച്ചും കൂടെ പ്രായമുള്ള ഒരാളെന്ന രീതിയിൽ 2000-ലൊക്കെ പേജ് ചെയ്യുന്ന കാലത്ത് പോലും ഞാൻ ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന സാധനം കണ്ടിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ കൈകൊണ്ട് നിരത്തി വെക്കാവുന്ന എന്താണ് പെറുക്കി വെക്കാവുന്ന എന്നൊക്കെ പറയുന്ന മൂവബിൾ ടൈപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ടൈപ്പുകൾ ഒറിജിനലി ഒരു പ്രത്യേക മെറ്റലിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബേസിലോ കൊത്തി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എം എന്നൊരു അക്ഷരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിരിക്കട്ടെ. ആ എം തന്നെ പല സൈസിലുണ്ടായിരിക്കും. 72 എന്നുള്ള സൈസിലുണ്ടായിരിക്കും, ദെൻ 60-ലുണ്ടായിരിക്കും, 48-ലുണ്ടായിരിക്കും, 36-ലുണ്ടായിരിക്കും, 24-ലുണ്ടായിരിക്കും, 18, 12, 8 and 6 അങ്ങനെയുള്ള ഒരു പ്രത്യേക സൈസിലുള്ള എമ്മുകൾ കുറേ ഉണ്ടാകും. ആൻഡ് ടൈപ്പ് സെറ്റർ എന്ന് പറയുന്ന ആൾ അതിൽ നിന്ന് വേണ്ട എം ഏതാണോ അത് സെലക്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ തരത്തിൽ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള മൂവബിൾ ആയിട്ടുള്ള ടൈപ്പുകളായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അതിനൊരു എന്തുണ്ടാകാറുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു സൈസ്, ആ ഒരു പെർട്ടിക്കുലർ സൈസിൽ മാത്രമേ നമുക്ക് അക്ഷരങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റുമായിരുന്നുള്ളൂ. കുറേ കാലത്തോളം 72 എന്ന് പറയുന്ന ഒരു സൈസ്, അതിനെ പോയിന്റ് എന്നാണ് പറയുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. 72 പോയിന്റ് എന്നോ 36 പോയിന്റ് എന്നൊക്കെ പറയുന്നത് അത്തരം പോയിന്റ് എന്നാണ് പറയുക. ആ പോയിന്റ് 72 പോയിന്റ് ഈസ് ഈക്വൽ ടു 1 ഇഞ്ച് ആണ്. 1 ഇഞ്ച് വലിപ്പമാണ് 72 പോയിന്റ് എന്ന് പറയാനുണ്ടാവുക. ആ ഇഞ്ച് വലിപ്പത്തിലായിരുന്നു കുറേ കാലത്തോളം ഏറ്റവും വലിയ എന്താണ് ഹെഡ്ലൈൻ പോലും കൊടുത്തിരുന്നത് എന്ന് പറയാറുണ്ട്. കാരണം ആ ഒരു വലിപ്പത്തിലായിരിക്കും ഇത് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ടൈപ്പോഗ്രഫിയിൽ പ്രധാനമായിട്ടും ഉള്ള ഒന്നെന്ന് പറയുന്നത് അതിനെന്ത് സൈസ് വേണം, മറ്റേതിനെന്ത് ഫേസ് വേണം എന്നുള്ളതാണ്. അതിനെന്ത് സൈസ് വേണം എന്ന് പറഞ്ഞാൽ വീണ്ടും പഴയ കണക്കിൽ പറയുകയാണ് എങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പുകൾ അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഫോണ്ട് എന്നും പറയാം നമുക്ക്. അത് എന്താണ് ഒരു ബേസിൽ കൊത്തി ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനെ താങ്ങി നിർത്തുന്ന ആ ഒരു ഇതിന്റെ സൈസ്, ആ മെറ്റലിന്റെ അല്ലെങ്കിൽ ആ ബേസിന്റെ വലിപ്പമാണ് ആക്ച്വലി ആ ടൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു കട്ടയിലായിരിക്കും ഇപ്പൊ എം എന്നുള്ള അക്ഷരം എഴുതുന്നത് എങ്കിൽ ആ കട്ടയുടെ വലിപ്പമാണ് ആക്ച്വലി ആ ടൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ് വേണ്ടത് എന്നും അതിനെന്ത് മുഖമാണ് ഉള്ളത്, അത് പല ഭാവത്തിൽ ആ മുഖം ഉണ്ടാകുക. ഇപ്പൊ നമുക്ക് ഇപ്പൊ വളരെ എളുപ്പത്തിൽ പറയാവുന്നതാണ് ടൈംസ് ന്യൂ റോമൻ ഉണ്ടാകാം, ഏരിയൽ ഉണ്ടാകാം. മലയാളത്തിലാണെങ്കിൽ കാർത്തിക, രേവതി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളതും പിന്നെ മറ്റ് പലതരത്തിലുള്ള അക്ഷരങ്ങളുടെ മുഖങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരൊറ്റ അക്ഷരം തന്നെ പലതരത്തിൽ എഴുതാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഈ ടൈപ്പ് സൈസും ടൈപ്പ് ഫേസും ഏതാകണമെന്നുള്ള സിലക്ഷൻ ആക്ച്വലി ടൈപ്പോഗ്രഫിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇത് ഇന്നത്തെ കാലത്തുള്ള ഒരു സൗകര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് സൈസിന് ഒരു അറ്റമില്ല, അല്ലെങ്കിൽ ഒരു എന്താണ് ഇത്രയേ പാടൂ എന്നുള്ളൊരു ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് മുമ്പ് 72, അത് കഴിഞ്ഞ് പിന്നീട് 160 അല്ല അതിന് 140 ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമുക്ക് വേണമെങ്കിൽ ലൈക്ക് 73.5 എന്നൊക്കെ പറയുന്ന സൈസ് വരെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം വി ആർ ആക്ച്വലി മേക്കിംഗ് എന്താണ് അറേഞ്ചിങ് ദ പേജ് ത്രൂ കമ്പ്യൂട്ടർ. അതിനെ പറയുക കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അപ്പോൾ ഈ തരത്തില്
ഏത് സൈസ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, ഏത് ഫേസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏത് ഫോണ്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. എങ്കിലും അതെ, ഈ ടൈപ്പിന് ഒരു 3-4 ഭാഗങ്ങളുണ്ട്. അതിപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് അതിനെ തിരിച്ചു പിടിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഒറ്റ സെക്കൻഡ്. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? പ്രിൻസിപ്പിൾസ് ഓഫ് ടൈപ്പോഗ്രഫി എന്ന് കാണുന്നുണ്ടോ? കാണുന്നില്ല. ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ഉണ്ടല്ലോ, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഹലോ, കാണുന്നില്ല. പക്ഷെ ഒരു സെക്കൻഡ്, എന്നാൽ ഞാൻ മറ്റൊരു കാര്യം ചെയ്യാം. അത് പോട്ടെ, ഞാൻ അതിന്റെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഇതിലേക്ക് അയക്കാം. ഓക്കെ, ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒറ്റ സെക്കൻഡ്. കാണാം. കിട്ടിയോ? സതീഷ്, കിട്ടിയോ? ഞാനിപ്പോ ഷെയർ ചെയ്യാം. കിട്ടി. ഓക്കെ, കുഴപ്പമില്ല. ബാക്കിയുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യണേ, കിട്ടിക്കഴിഞ്ഞാൽ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അതില് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈപ്പോഗ്രഫിയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ 4 വരി വരച്ചിരുന്ന പോലെ ഒരു 4 വരി ഇതിലാണ് അത് എഴുതിയിട്ടുള്ളത്, അല്ലെ? 4 വരകൾ കാണാം, റൈറ്റ്? അതില് നടുക്കിലത്തെ ഒരു 2 വരയ്ക്ക് ഇടയ്ക്കുള്ള ആ സ്പേസിനെയാണ് എക്സ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്മോൾ ലെറ്റർ എക്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനുള്ളിൽ നിൽക്കും. ഇപ്പൊ അതിൽ ഓയും ഇയും എസും എൻ ആർ ഒക്കെ കണ്ടല്ലോ, അത് എ. ഇതെല്ലാം തന്നെ ആ പറയുന്ന നടുക്കിലത്തെ 2 വരകൾക്കുള്ളിൽ നിൽക്കുന്നുണ്ട്. ആ 2 വരകൾ തമ്മിലുള്ള ഇടയ്ക്കുള്ള ആ ഒരു ഹൈറ്റിനെയാണ് എക്സ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ് ഹൈറ്റ് ഒരു ടൈപ്പിനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ ടൈപ്പുകളിൽ ഒരു നല്ല ശതമാനവും 3rd ലൈനിലാണ്. മുകളിൽ നിന്ന് എണ്ണുമ്പോൾ 1 2 3 3rd ലൈനിലാണ്, 3ാമത്തെ ലൈനിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഇതിനെ പറയുന്നത് ബേസ് ലൈൻ എന്നാണ്. ഈ ബേസ് ലൈനിൽ നിന്ന് താഴത്തേക്ക് ചില ലെറ്ററുകൾ പോകുന്നുണ്ട്. വൈഡ് ആവാല്, പീഡ് ആവാല്, അതേപോലെ തന്നെ എഫ് ചിലർ ഇങ്ങനെ അല്ലാതെ എഴുതുമല്ലോ, അങ്ങനെയുള്ള ചില ജിയുടെ താഴത്തേക്കുള്ളത്, ഇതൊക്കെയും താഴത്തേക്ക് പോകുന്നുണ്ട്. ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് ഡിസെൻഡർ. താഴത്തേക്ക് പോകുന്നത് ഡിസെൻഡർ. അതേസമയം ചില അക്ഷരങ്ങൾ എഫ്, എൽ, ടി, എച്ച് തുടങ്ങിയ ലെറ്ററുകളുടെ കുറച്ച് ഭാഗം മുകളിലേക്ക് പോകുന്നുണ്ട്, എക്സ് ഹൈറ്റിന് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എക്സ് ഹൈറ്റിന് മുകളിലേക്ക് പോകുന്ന ഭാഗത്തിനെ അസെൻഡർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ബേസ് ലൈൻ ഉണ്ട്, എക്സ് ഹൈറ്റ് ഉണ്ട്, അസെൻഡർ ഉണ്ട്, ഡിസെൻഡർ ഉണ്ട്. ഈ ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ആ ടി ഫ്ലാറ്റ് ആണ്. ആ ടി എന്ന് പറയുന്നതിൽ എന്തില്ല, അതിൽ ഈ അറ്റത്ത് കുനിപ്പുകളൊന്നുമില്ല. സാധാരണ ടൈംസ് ന്യൂ റോമൻ നമ്മൾ വെക്കുന്ന സമയത്ത് കുനിപ്പുകളൊന്നും തന്നെ ആ ടിക്കില്ല, ഐക്കില്ല, എല്ലിനില്ല, ഒന്നുമില്ല. അത്തരത്തിലുള്ള കുനിപ്പുകളൊന്നും ഇല്ലാത്ത ലെറ്ററുകളെ നമ്മൾ പറയുന്ന പേരാണ് സാൻസ് സെറിഫ് എന്ന്. സാൻസ് മീൻസ് വിത്തൗട്ട്, ഒന്നുമില്ലാത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ കുനിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈംസ് ന്യൂ റോമനൊക്കെ ഒരു ലെറ്റർ എടുത്ത് നോക്കിയാൽ അറിയാം, അതിന് ചില അറ്റത്തൊക്കെ ഇങ്ങനെ ചെറിയ ചില എക്സ്ട്രാ വരകൾ ഉണ്ടായിരിക്കും. ഈ വരകളെ, എക്സ്ട്രാ സ്മോൾ ആയിട്ടുള്ള വരകളെ പറയുന്ന പേരാണ് സെറിഫ്.
SERIF, സെറിഫ്. ഈ സെറിഫ് ഇല്ലാത്ത ടൈപ്പിനെ സാൻസ് സെറിഫ് എന്ന് പറയും. അപ്പം ഒരു ടൈപ്പോഗ്രഫിയിലുള്ള സെലക്ഷനിൽ എന്ത് ടൈപ്പ് വേണം, ആ ടൈപ്പിന്റെ സൈസ് എന്താകണം, ഫേസ് എന്താകണം, അതിനൊപ്പം തന്നെ ഉള്ള മറ്റ് കൺഫ്യൂഷനാണ് സെറിഫ് വേണോ സാൻസ് സെറിഫ് വേണോ. സെറിഫ് അല്ല, സാൻസ് സെറിഫ്, SANS കഴിഞ്ഞിട്ട് സ്പേസ് സെറിഫ്. അപ്പോൾ സാൻസ് സെറിഫ് വേണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലസ് ഇനി ഇത് ബോൾഡിൽ കൊടുക്കണോ ഇറ്റാലിക്സിൽ കൊടുക്കണോ തുടങ്ങിയിട്ടുള്ള തീരുമാനവും ആക്ച്വലി ടൈപ്പോഗ്രഫിയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഡിസൈൻ സെലക്ഷൻ വരണ സമയത്ത് സ്വാഭാവികമായിട്ടും എത്ര ഗ്രിഡാക്കി ഡിവൈഡ് ചെയ്യണം, എത്ര വൈറ്റ് സ്പേസ് വേണം, എന്തുപോലെ തന്നെ തീരുമാനിക്കുന്നതാണ് എന്ത് ടൈപ്പ് സൈസ് വേണം. ഐ മീൻ വാട്ട് വിൽ ബി ദ ബേസിക് ടൈപ്പ് സൈസ് ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്, ഒരു ബോഡി കോപ്പി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ബേസ് ആയിട്ട് നമ്മൾ ന്യൂസിന്റെ ബോഡി കോപ്പിയുടെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂസിന്റെ ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് എത്ര സൈസാണ് ഉണ്ടാവുക. ബേസിക്കലി സാധാരണ ഒരു വാർത്തയ്ക്ക് എത്രയാണ് കൊടുക്കുക, ഹെഡ്ലൈനുകൾക്ക് എത്ര സൈസ് മുതൽക്ക് എത്ര വരെ വരാം, സിംഗിൾ കോളം ഹെഡ്ലൈനിന് എത്ര സൈസ് വരെ പോകാം, എത്ര സൈസ് വരെ താഴാം, ഡബിൾ കോളം ആണെങ്കിൽ എത്ര, മൾട്ടിപ്പിൾ കോളം ആണെങ്കിൽ എങ്ങനെ, ഒരു ബാനർ ഹെഡ്ലൈൻ ആണെങ്കിൽ അതിന്റെ വലിപ്പം എത്രയാകാം എന്നുള്ള തീരുമാനങ്ങളൊക്കെയും എടുക്കുന്നത് ഡിസൈനിന്റെ തീരുമാനമാണ്. ഈ ഡിസൈനിൽ ഇന്ന് അങ്ങനെ വേണോ നാളെ മറ്റേ തരത്തിൽ വേണോ എന്നുള്ള ആലോചനയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലേ ഔട്ടിൽ നടക്കുന്നുണ്ടാവുക. അപ്പം ഇതാണ് ലേ ഔട്ടിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. പിന്നെ നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും നമ്മളിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ലെഡിങ് എന്നൊരു വാക്ക് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. അത് ഒരു തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 2 ലൈനുകൾ കാണുകയാണെന്നിരിക്കട്ടെ, 2 ലൈനുകൾക്കിടയിൽ ഒരു വൈറ്റ് സ്പേസ് ഉണ്ടായിരിക്കും. ദ വൈറ്റ് സ്പേസ് ബിറ്റ്വീൻ 2 horizontal lines is known as leading. LEADING. ലീഡിങ് എന്നല്ല വായിക്കേണ്ടതിന്, ലെഡിങ് എന്നാണ് വായിക്കേണ്ടത്. കാരണം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ കൈകൊണ്ട് ആളുകൾ ഗാലി എന്ന് പറയുന്ന ഒരു ബോക്സിന് അല്ലെങ്കിൽ ഒരു സ്പേസിലാണ് ഈ അക്ഷരങ്ങൾ പണ്ട് പെറുക്കി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ടൈപ്പോഗ്രഫി എന്ന് എഴുതിയിട്ടുള്ള അതിൽ താഴത്തേക്കുള്ള ഡിസെൻഡർ ആയിട്ടുള്ള വൈയും മറ്റൊന്നിന്റെ ടിയുടെ അസെൻഡറും ചിലപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടാം. അപ്പോൾ അത് കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി ഒരു ലൈൻ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ വൈറ്റ് സ്പേസിന് വേണ്ടിയിട്ട് ലെഡ് കൊണ്ടുള്ളൊരു സ്ട്രിപ്പ് വെക്കും. അതിനുശേഷം അടുത്ത സെറ്റ് ലെറ്റേഴ്സ് വെക്കും. അതുകൊണ്ട് തന്നെ ലെഡിന്റെ സ്ട്രിപ്സ് ഉപയോഗിച്ച് വൈറ്റ് സ്പേസ് ഉണ്ടാക്കുന്ന ഒരു രീതി പണ്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് അതിനെ ലെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ലെഡിങ് ഇനി നമ്മൾ ഹൊറിസോണ്ടൽ എഴുതുന്ന സമയത്ത് 2 ലെറ്ററുകൾ തമ്മിൽ ഇടയ്ക്ക് സ്പേസ് വേണം. നമ്മൾ ആരും എഴുതുമ്പോൾ ഇപ്പോൾ ടൈപ്പോഗ്രഫിയിൽ ടിക്കും വൈക്കും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ടാകും. ആ എഴുതുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് വരും. അങ്ങനെ വെക്കുന്ന സമയത്ത് ആ സ്പേസ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുന്നത് അങ്ങനെ അതിനുള്ള വൈറ്റ് സ്പേസ് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് കേണിങ്. അപ്പൊ ഈ കേണിങ് അതേപോലെ തന്നെ ലെഡിങ് അതൊക്കെ എത്ര വേണം എന്നുള്ളതും സ്വാഭാവികമായിട്ടും നോക്കേണ്ട കാര്യമാണ്. ഇതൊന്നും തന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ, അതായത് സിസ്റ്റത്തിന്റെ സഹായത്തോടെ സിസ്റ്റത്തിൽ റെഡിയാക്കി വെക്കാം. സിസ്റ്റത്തിൽ ഓൾറെഡി തന്നെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. ആ ടെംപ്ലേറ്റിനെ 8 കോളം ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഗ്രിഡിൽ ഗട്ടർ സ്പേസിന് അളവ് കൃത്യമായിരിക്കും. ഗട്ടർ സ്പേസ് ഇസ് ദ വൈറ്റ് സ്പേസ് ബിറ്റ്വീൻ 2 കോളംസ്. 2 കോളത്തിനിടയ്ക്കുള്ള വൈറ്റ് സ്പേസിനെയാണ് ഗട്ടർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗട്ടർ സ്പേസ് എങ്ങനെയായിരിക്കും വേണ്ടത്, ഏത് ടൈപ്പ് സൈസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഏതാണ് ടൈപ്പ് ഫേസ് ഓർ എ ഫോണ്ട്, വാട്ട് വിൽ ബി ദ ലെഡിങ് ആൻഡ് വാട്ട് വിൽ ബി ദ കേണിങ്, ഇതെല്ലാം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടാകും. ബേസിക്കലി ചെറിയ വ്യത്യാസങ്ങൾ വരുമെങ്കിൽ ബേസിക്കലി അതൊക്കെ ഉണ്ടാകും. ഈ ഒരു സംഭവങ്ങളാണ് ഡിസൈനിൽ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ കംസ് ഡിസൈനിങ് കഴിഞ്ഞാൽ വരേണ്ട അടുത്ത ഒരു ഭാഗമാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഒറ്റ സെക്കൻഡ്.
സോറി, വീട്ടിലായതുകൊണ്ട് ഒരു ഗസ്റ്റ് ഇടയ്ക്ക് വന്നു, സോറി. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം ടീച്ചർ, കേൾക്കാം. സോറി കേട്ടോ, ഞാൻ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആയി പോയതിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലേ ഔട്ടിലേക്ക് പോകാം. ലേ ഔട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ കാര്യമായിട്ടുള്ള പണികളുള്ളത്. ഡിസൈൻ മോസ്റ്റ് പ്രോബബിളി ആസ് സബ് എഡിറ്റേഴ്സ് ഓർ എഡിറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മോസ്റ്റ് പ്രോബബിളി നിങ്ങൾക്ക് അത് ഓൾറെഡി കിട്ടും, കയ്യിലുണ്ടാക്കി തന്നിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഓൾറെഡി തരും. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ ഡേ ടു ഡേ ആക്ടിവിറ്റി ആയിട്ടുള്ള ലേ ഔട്ട് നമ്മളുടെ മാത്രം തീരുമാനങ്ങളിൽ പെടുന്നതാണ്. അതിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി എല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു ലേ ഔട്ട് അത് നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോൾ മേ ബി ഈ ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ടി വരും. അല്ലാത്തടത്തോളം കാലം ഡിസൈൻ ഒരു പരിധി വരെ വൺസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ലേ ഔട്ട് ദിവസവും നമ്മൾ ആ ലേ ഔട്ടിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം. അതേസമയം ഈ കൺസിസ്റ്റൻസി ഉണ്ടാവുകയും വേണം. എനിവേ, ലേ ഔട്ടിൽ പ്രധാനമായിട്ട് 4 എലമെന്റ് ആണുള്ളത്. ആ 4 എലമെന്റുകൾ എന്ന് പറയുന്നത് 1 ഇല്ലസ്ട്രേഷൻ ഓർ ഫോട്ടോ, 2 ക്യാപ്ഷൻ, 3 ഹെഡ്ലൈൻ ആൻഡ് 4 ടെക്സ്റ്റ്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ ഓർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അത് ഒരു യൂഷ്വൽ ഒരു ന്യൂസ് ഫോട്ടോയായിരിക്കാം, അതല്ല എങ്കിൽ ഒരു ബോക്സ് ഐറ്റം ആയിരിക്കാം, ഇൻഫോഗ്രാഫുകളായിരിക്കാം. ഒന്നും കിട്ടിയില്ല എങ്കിൽ പുൾ ഔട്ട് പോട്ടുകളാക്കാം. ചിലപ്പോൾ എഡിറ്റോറിയൽ പേജിലൊക്കെ കാണാം, മറ്റ് ഫോട്ടോസ് ഒന്നുമില്ല എങ്കിൽ 2-3 ബോക്സുകളോ അല്ലെങ്കിൽ സ്പേസുകളോ കളർ ചെയ്തിട്ടിട്ട് അത് 2 പുൾ ഔട്ട് കോട്ടെങ്കിലും എടുത്തു വെക്കും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എന്താണ് ഈ പറയുന്ന സീ ഓഫ് ഗ്രേ മാറ്ററിൽ നിന്ന് അതിന്റെ മോണോടോണിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന, അതിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിനെയാണ് ഒരു തരത്തിൽ എന്താ പറയുക, ഒരു ഇമേജിന്റെ ഒരു സ്വഭാവം കാണുന്ന എന്തിനേയും നമുക്ക് ഇല്ലസ്ട്രേഷൻ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഇല്ലസ്ട്രേഷൻ ഉണ്ടാകാറുണ്ട്. ഈ ഇല്ലസ്ട്രേഷൻസ് നമുക്ക് പല ആകൃതിയിലാകാമെങ്കിൽ പോലും യൂഷ്വലി ന്യൂസ് പേപ്പറിന്റെ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിലായിരിക്കും. അത് സ്ക്വയറിൽ പോലും ആയിരിക്കില്ല. സാധാരണ രീതിയിൽ ഒരു ഇല്ലസ്ട്രേഷന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിലായിരിക്കും. ഒന്നെങ്കിൽ അത് നീളത്തിലായിരിക്കും, അതല്ല എങ്കിൽ താഴത്തേക്ക് നല്ല ലെങ്ത് കൂടിയിട്ടായിരിക്കും. സാധാരണ താഴത്തേക്ക് ലെങ്ത് കൂടുന്നതിനെ പറയുക ഡീപ്പ് എന്നാണ്, ഡെപ്ത് എന്നാണ്. ഒന്നെങ്കിൽ ലെങ്ത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഡെപ്ത് ഉണ്ടായിരിക്കും. അല്ലാണ്ട് ലെങ്ത്തും ഡെപ്തും ഒരേപോലെയുള്ള, അതായത് സ്ക്വയേഴ്സ് സാധാരണ ഫോട്ടോയ്ക്ക് ഉണ്ടാവില്ല. കാരണം ഫോട്ടോയുടെ രീതിയിൽ തന്നെ അതില്ല. നമ്മൾ മനുഷ്യരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അങ്ങനെയുള്ള ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ലെങ്ത്തും വിഡ്ത്തും അല്ലെങ്കിൽ ലെങ്ത്തും ഡെപ്തും ഒരേപോലെയുള്ള ഒരു സംഭവം നമ്മൾ സാധാരണ നേച്ചറിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്റെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾസ് ആവുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനർത്ഥം മറ്റ് പാടില്ല എന്നൊന്നുമല്ല. ചിലപ്പോൾ ചില ഫീച്ചർ ഫോട്ടോകളിലൊക്കെ അത് ഈ പാരബോള പോലെയോ അല്ല എങ്കിൽ എന്താണ് പറയുക, ഈ കോഴിമുട്ട പോലെ വേറെന്ത് പേരുണ്ടല്ലോ, ഒരു അങ്ങനെയോ അതല്ല എങ്കിൽ റൗണ്ട് ആയിട്ടോ ഒക്കെ കാണാം. പക്ഷെ അതൊക്കെ വളരെ ദുർലഭമായിട്ടുള്ള, വളരെ റെയറായി കാണുന്ന ചില സൈസുകളാണ്. പൊതുവെ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾസ് ആവുക, റെക്റ്റാങ്കുലർ ആവുക എന്നുള്ളതാണ്. സ്ക്വയർ ഒഴിവാക്കുക, മറ്റ് ഷേപ്പുകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫോഗ്രാഫ് എന്ന രീതിയിൽ നമ്മളൊരു ഗ്രാഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഗ്രാഫിന്റെ സൈസ് രീതി പലതരത്തിലായിരിക്കുമല്ലോ. പക്ഷെ അതെല്ലാം കൂടെ വരുന്നത് ഒരു റെക്റ്റാങ്കിളിനകത്തായിരിക്കും. അപ്പൊ ആ രീതിയിൽ ഇല്ലസ്ട്രേഷൻ ഉണ്ടാകും. ക്യാപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപ്ഷൻ അതല്ലെങ്കിൽ അതിന് പറയാവുന്ന മറ്റൊരു പേരാണ് കട്ട് ലൈൻ. കട്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ആണ്. അതുകൊണ്ടാണ് ഫോട്ടോ ഈ ഇതിന്റെയൊക്കെ മുകളിലേക്ക് തള്ളി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ കട്ട് ഔട്ടുകൾ എന്ന് പറയുന്നത്. എനിവേ, കട്ട് ലൈൻ, ദ ലൈൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ഇല്ലസ്ട്രേഷൻ, ദ ലൈൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇമേജ് എന്നുള്ളതാണ് നമ്മൾ ക്യാപ്ഷൻ അല്ലെങ്കിൽ കട്ട് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില സമയത്ത് അതിൽ ആരൊക്കെയാണ് ഉള്ളത്, ആ ഫോട്ടോയിൽ ആരൊക്കെയാണ് എന്നുള്ളതാവും പറയുക. ചില സമയത്ത് ഇറ്റ് ഗീവ്സ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി, വൈ ദ സ്റ്റോറി മാറ്റേഴ്സ്, അല്ലെങ്കിൽ
വൈ ഡസ് ദ ഫോട്ടോ മാറ്റർ എന്നുള്ളത് പറഞ്ഞു തരുന്നത് ഈ ക്യാപ്ഷൻ ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണോ ഫോട്ടോ റെലവന്റ് എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നത് ഈ പറയുന്ന ക്യാപ്ഷൻ ആയിരിക്കും. അപ്പൊ ക്യാപ്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ക്യാപ്ഷൻ സാധാരണ നിലയ്ക്ക് വെക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അണ്ടർ ദ ഫോട്ടോയുടെ താഴെ ആയിരിക്കും. പക്ഷെ വളരെ ചില സമയത്ത് നിങ്ങൾക്ക് കാണാം 2 ഫോട്ടോ വെക്കണമെങ്കിൽ അതിന് ഇടയ്ക്ക് എത്തിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് വെക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം. ചില സമയത്ത് ഒരു ഹെഡിങ് പോലെയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ഹെഡിങ് പോലെ വെക്കുമ്പോൾ പറയാറുള്ള ഒരു പേരാണ് ഓവർലൈൻ എന്നുള്ളത്. ക്യാപ്ഷൻ പറയുന്ന മറ്റൊരു പേരാണ്, ആ സമയത്ത് പറയുന്ന പേരാണ് ഓവർലൈൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇമേജിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പിന്നീട് പോകാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രധാനപ്പെട്ടതായിട്ടുള്ള 4 എലമെന്റുകളിൽ ഫോട്ടോ ആയി, ഇല്ലസ്ട്രേഷനായി, അതിന് യൂഷ്വലി താഴെ വെക്കുന്ന ക്യാപ്ഷനായി, ആൻഡ് ദെൻ കംസ് ഹെഡ്ലൈൻ. ഹെഡ്ലൈൻ നമ്മൾ പലതരത്തിലുള്ള ഹെഡ്ലൈനുകൾ, കിക്കർ അങ്ങനെയുള്ള പല ഹെഡ്ലൈനുകളും പഠിച്ചിട്ടുണ്ടെങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ഇറ്റ് ഇസ് പ്ലേസ്ഡ്, എങ്ങനെയാണ് എത്ര കോളത്തിലേക്കാണ് അത് വെച്ചിരിക്കുന്നതനുസരിച്ച് നമുക്ക് സിംഗിൾ കോളം ഹെഡ്ലൈൻ ഉണ്ടാകാം, മൾട്ടിപ്പിൾ കോളം ഹെഡ്ലൈൻ ഉണ്ടാകാം, ലെഫ്റ്റ് ലൈൻഡ് ഹെഡ്ലൈൻ ഉണ്ടാകാം, റൈറ്റ് ലൈൻഡ് ഹെഡ്ലൈൻ ഉണ്ടാകാം, സെന്റർഡ് ഹെഡ്ലൈൻ ഉണ്ടാകാം, ബാനർ ഹെഡ്ലൈൻ ഉണ്ടാകാം, ആംപിറ്റ് ഹെഡ്ലൈൻ ഉണ്ടാകാം, ദെൻ റോ റാപ്പ് ഹെഡ്ലൈൻ ഉണ്ടാകാം, സൈഡിൽ ഹെഡ്ലൈൻ ഉണ്ടാകാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഹെഡ്ലൈനിന്റെ ഓപ്ഷൻസും അതിൽ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലേഔട്ട് ഓപ്ഷൻസ് തരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ലേഔട്ടുകളിൽ ചില പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദെൻ കംസ് ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേജ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അഡോബ് പേജ് മേക്കറിലാണ്, അഡോബി പേജ് മേക്കർ എന്ന് പറയണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എനിവേ ആ പേജ് മേക്കറിലാണ് ഞാൻ പേജ് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും പഴയ ഒരു പേജിനേഷൻ കാലത്താണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് ഈ പേജ് ചെയ്യാന്ന് പറയുന്നത് നല്ല പണിയുള്ള ഒരു കാര്യമാണ്. ആ പണിയിൽ ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിനെ വൃത്തിയാക്കി ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡിസൈൻ പോലെയോ അല്ലെങ്കിൽ ക്വാർക്ക് എക്സ്പ്രസ് പോലെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ട് ഇറ്റ് മേ ബി ഈസിയർ. മറ്റേത് മുമ്പത്തെ കാലത്ത് ഓരോ കോളത്തിലേക്കും അതിനെ പെറുക്കി വലിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു കടുപ്പമുള്ള പണിയായിട്ടാണ് എന്റെയൊക്കെ ഒരു ഓർമ്മയിൽ. ചിലപ്പോൾ ഞാൻ അത്ര വലിയൊരു നല്ല പേജ് മേക്കർ അല്ലാതെ തൊണ്ടുവരെ ആയിരിക്കാം. എനിവേ, എന്തായാലും ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പരിധി വരെ അതിനെ കണക്കാക്കുന്നത് ഇറ്റ്സ് ലൈക്ക് വാട്ടർ ഇറ്റ് ഈസ് എ വാട്ടർ ലൈക്ക് ഒബ്ജക്റ്റ് എന്നാണ്. വെള്ളം പോലെയാണെന്ന്. വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ വെള്ളം എടുത്ത് വെക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതിയിലേക്ക് ആ വെള്ളം നിൽക്കും. നിങ്ങൾ ടെക്സ്റ്റിനെ ഫുൾ ന്യൂസ് പേപ്പറിന്റെ ഇടത്തെ അറ്റം മുതൽ വലത്തെ അറ്റം വരെ നിരത്തി പരത്തി വെക്കുകയാണെങ്കിൽ ഒറ്റക്കുളത്തിൽ വെക്കാം. അല്ല, പകുതി വരെ വെച്ചിട്ട് ബാക്കി അടുത്ത താഴത്തേക്ക് വന്നിട്ട് ബാക്കി ഇവിടെ താഴെ എത്തിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2 കുളത്തിൽ വെക്കാം, അല്ലെങ്കിൽ 3 കുളത്തിൽ വെക്കാം, അല്ലെങ്കിൽ 4 കുളത്തിൽ വെക്കാം. അപ്പൊ എന്ത് സ്പേസിലേക്ക് നിങ്ങൾ ടെക്സ്റ്റിനെ വെക്കുന്നു ആ ആകൃതി ആ ടെക്സ്റ്റ് എടുത്തോളും. അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ടെക്സ്റ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എഗെയിൻ നിങ്ങൾ ചിലപ്പോഴേ കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ, എനിക്ക് പോലും പ്രാക്ടിക്കലി അനുഭവമില്ല, പക്ഷെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു 15 സെന്റിമീറ്റർ വാർത്ത എഴുതണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ സീനിയേഴ്സൊക്കെ പരസ്പരം സംസാരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 15 സെന്റിമീറ്റർ വാർത്ത എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കണക്കാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളുടെ കണക്കിൽ നമ്മളുടെ ഒരു യൂഷ്വൽ ബ്രോഡ് ഷീറ്റിന്റെ ഇടത്തെ അറ്റം മുതൽ വലത്തെ അറ്റം വരെ നമ്മൾ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റി ഇടുകയാണെങ്കിൽ പിന്നെ താഴത്തേക്ക് 15 സെന്റിമീറ്റർ ആണ് അളക്കേണ്ടത്. എങ്ങനെയാണ് അത് അളക്കേണ്ടത്? ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് വേണ്ടേ? ഈ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിന് വേണ്ടിയിട്ട് ഒരു രീതി പൊതുവെ ഓൾറെഡി ഡിസൈനേഴ്സ് കണ്ടുവച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു കോളത്തിലേക്ക് ഒരു ഐഡിയൽ കോളം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോളം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോളത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. ദാറ്റ് മീൻസ് അറൌണ്ട് 5 സെന്റിമീറ്റർ. അപ്പൊ 5 സെന്റിമീറ്റർ വീതിയുള്ള ഒരു കോളം നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നു. അതിൽ ഒറ്റ കോളത്തിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തു വെക്കുകയാണെങ്കിൽ അതിന്റെ നീളം 15 സെന്റിമീറ്റർ ലെങ്ത് വാർത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇതിനെ വെക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ ഒരു 30 സെന്റിമീറ്റർ വാർത്ത ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, 30 സെന്റിമീറ്റർ വാർത്ത ഉണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെയൊക്കെ വെക്കാം? 30 സെന്റിമീറ്റർ ഒറ്റക്കോളത്തിൽ വെക്കാം, 15 സെന്റിമീറ്റർ
വീതം 2 കോളത്തിൽ വെക്കാം. 10 സെന്റിമീറ്റർ വീതം 3 കോളത്തിൽ വെക്കാം. 7.5 സെന്റിമീറ്റർ വീതം 4 കോളത്തിൽ വെക്കാം. 6 സെന്റിമീറ്റർ വീതം 5 കോളത്തിൽ വെക്കാം. 5 സെന്റിമീറ്റർ വീതം 6 കോളത്തിൽ വെക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ബാക്കിയൊരു കൂടെ പറഞ്ഞാൽ, 1-2 കൂടെ പറഞ്ഞാൽ ഓക്കെ പറയാ കൊള്ളായിരുന്നു. ഈ 15 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള ലെങ്ത് മാത്രമേ അളക്കുള്ളൂ, അതിന്റെ വിഡ്ത്ത് അളക്കൂല അല്ലെ? അതാണ് നമ്മളൊരു സിംഗിൾ കോളം എന്ന് ആദ്യമേ പറഞ്ഞത്. വിഡ്ത്ത് അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ. ഒരു വിഡ്ത്ത് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയില്ല എങ്കിൽ ഓരോരുത്തരുടെ 15 സെന്റിമീറ്റർ ഓരോന്നാകില്ലേ റെജീന മാം? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുന്നു 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ഉള്ള ഒരു സിംഗിൾ കോളം നമ്മൾ അങ്ങ് തീരുമാനിക്കുന്നു. ഓക്കെ, ആ തീരുമാനിച്ചതിന് ശേഷം അതിൽ താഴത്തേക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ 15 സെന്റിമീറ്റർ ആകുമ്പോൾ 15 സെന്റിമീറ്റർ വാർത്ത. ഓക്കെ, അപ്പോ അങ്ങനെ വരികയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് 30 സെന്റിമീറ്റർ വാർത്ത നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് 20 സെന്റിമീറ്റർ വാർത്ത ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ വെക്കാം? 20 സെന്റിമീറ്റർ ഉള്ള ഒരു സിംഗിൾ കോളം വെക്കാം. 10 സെന്റിമീറ്റർ വീതമുള്ള ഒരു ഡബിൾ കോളം വെക്കാം അല്ലേ? അതെ. ഇനി 3 കോളത്തിലാക്കണമെങ്കിൽ കുറച്ച് നമുക്ക് കണക്ക് കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് 3 വിട്ടിട്ട് 5 സെന്റിമീറ്റർ വീതമുള്ള 4 കോളം വെക്കാം. 4 സെന്റിമീറ്റർ വീതമുള്ള 5 കോളം വെക്കാം അല്ലേ? ഓക്കെ, ഒപ്പം തന്നെ നമുക്കൊരു ഫോട്ടോയും കൂടി ഉണ്ടെങ്കിലോ നമുക്ക് കുറച്ചുകൂടെ മാറ്റം വരും. നമുക്കൊരു നല്ല സിംഗിൾ കോളം, നല്ല ഡീപ്പായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 14 സെന്റിമീറ്റർ ഒറ്റക്കോളവും ദെൻ ഒരു 6 സെന്റിമീറ്റർ എഗെയിൻ മറ്റൊരു ഒറ്റക്കോളം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് എന്ത് വെക്കാം? ഒരു ഫോട്ടോ വെക്കാം. അത് എല്ലാവരും വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും വെച്ചിട്ടാണ് ഞാൻ നിന്നത്. അതായത് ഒരു എല്ല് വരച്ചതുപോലെ ഉണ്ടാകും. ആ സൈസിന്, ആ ഷേപ്പിന് പറയുക എൽ ഷേപ്പ് എന്നാണ്. അത് വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് എൽ ഷേപ്പ് ഉണ്ടാക്കാം. ഇനി എൽ ഷേപ്പിന്റെ എൽ എന്ന് പറയുന്നതിന്റെ ആ മറ്റേ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, മുകളിലുള്ള വര പോലെ തന്നെ ഹൊറിസോണ്ടൽ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് നീട്ടാൻ വേണമെങ്കിൽ ഒരു 8 സെന്റിമീറ്റർ ഫസ്റ്റ് ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ 8 4 12 അല്ല 8 കഴിഞ്ഞാൽ പിന്നെ 20ലേക്ക് എത്ര വരും? 12 അല്ലേ വരിക? 8 6 6 എന്നിട്ടൊരു 2 സെന്റിമീറ്ററിൽ ഒരു നീളം 2 കോളം ഫോട്ടോ വേണമെങ്കിൽ വെക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു എല്ലാകും. ഞാൻ നോക്കട്ടെ, വല്ല ഫോട്ടോയും കണ്ടുപിടിക്കാൻ കാണാൻ പറ്റും നിങ്ങൾക്ക്? എൻ്റെ ഇവിടുത്തെ ഇത് വളരെ മോശമാണ് സിസ്റ്റം. എന്താണ് ഈ ഫോട്ടോ കുഴപ്പമില്ല, കാര്യം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത് കാണാമോ? ഇത് കാണാമോ? ടീച്ചർ കാണുന്നില്ല. അയ്യോ, ടീച്ചർ എന്താ വേണ്ടേ? ഇല്ല, ഒന്നുമില്ല, കുഴപ്പമില്ല. ഞാനൊരു എൽ ഷേപ്പ് ആർക്കെങ്കിലും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എൽ ഷേപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്, എൽ ഷേപ്പ് കാണിക്കാൻ ശ്രമിച്ചതാണ്. ഇല്ല, ഞാനതിന്റെ ഫോട്ടോ ഇടാം. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവരും പത്രത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരായതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. ഓക്കെ, യെസ്, ഞാനത് ഇടുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ഷേപ്പാണ് യു. ഓക്കെ, 2 സൈഡിലും ഫുൾ ലെങ്തില് ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ 1 2 കോളമോ ഒക്കെ ചെറുതായിരിക്കും. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ഫോട്ടോ വെക്കുന്നു, ഒരു യു പോലെയുള്ള ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഈ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കണം, അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏത് ഷേപ്പ് ഉണ്ടായിക്കോട്ടെ, ആ ഷേപ്പ് എപ്പോഴും റെക്റ്റാങ്കിൾ ആകണം. ആ ഷേപ്പ്
പിന്നീട് അതിന്റെ മുകളിൽ ഒരു 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 വേറെ കളർ അല്ലെ വേറൊരു ഒരു വരയോ അല്ലെങ്കിൽ വേറൊരു ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ടോട്ടലി അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറണം. ഈ റെക്റ്റാങ്കിൾ ആവുക എന്നുള്ളതാണ് പുതിയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 കൊല്ലമായിട്ടോ 25 കൊല്ലമായിട്ടോ ഉള്ള ഒരു രീതി എന്ന് വെച്ചോളൂ. 25 കൊല്ലമെങ്കിലും ഇട്ടുണ്ടാകും. 25 കൊല്ലമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന മലയാള പത്രങ്ങളിൽ ഒരു 25, 26, 28 കൊല്ലമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മോഡുലാർ മേക്കപ്പ് എന്ന് പറയുന്ന മേക്കപ്പിന്റെ ബേസ് എല്ലാ പറയുന്ന ടെക്സ്റ്റ്, നമ്മൾ ഈ പറയുന്ന എല്ലാ എലമെന്റുകളുടെ ഒരു പാക്കേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഹെഡ്, ഇല്ലസ്ട്രേഷൻ, ക്യാപ്ഷൻ, ഹെഡ്ലൈൻ, ടെക്സ്റ്റ് എന്നടങ്ങുന്ന ഈ 4ന്റെയും ഒരു കോംബോ ആസ് ഇറ്റ് ഈസ് ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ റെക്റ്റാങ്കിൾ. അപ്പൊ എവറി സ്റ്റോറീസ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് റെക്റ്റാങ്കിൾസ്. പല റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും ഓരോ സ്റ്റോറിയും വെച്ചിട്ടുണ്ടാവുക. ഈ റെക്റ്റാങ്കിളുകളെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേജ് ആകും. ആ ഒരു ടൈപ്പ് പേജിനേഷനെയാണ്, പേജ് ലേഔട്ടിനെയാണ് ഈ മോഡുലാർ മേക്കപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. ഓക്കെ. ഈ പുതിയ കാലത്ത് ഒരു കാര്യം കൂടെ കാണാം ചില പത്രങ്ങളിലൊക്കെ, അതായത് ഈ മോഡുലാർ തന്നെ ഒരു ഗ്രിഡിനെയും കൂടെ ഫോളോ ചെയ്യുന്നു. അതായത് പത്രത്തിനെ 3 വലിയ ഗ്രിഡ് ആക്കിയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. ലൈക്ക് ഒരു ഭാഗത്ത് ആദ്യത്തെ 3 കോളം ഒരു ഗ്രിഡായി വരുന്നു, അവസാനത്തെ 3 കോളം വീണ്ടും ഒരു ഗ്രിഡായി വരുന്നു, നടുക്കിൽ ഒരു 2 കോളത്തിന്റെ ഗ്രിഡ് വരുന്നു. എല്ലാ സ്റ്റോറികളും ഈ ഇടത്തെ അറ്റത്തുള്ള 3 കോളത്തിന്റെ ഗ്രിഡിൽ മുഴുവൻ ഒന്നുകിൽ 3 കോളത്തിന്റെ ഫോട്ടോ, അല്ലെങ്കിൽ 3 കോളത്തിന്റെ സ്റ്റോറി, അതല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു 3 കോളം, അതിന്റെ താഴെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു 3 കോളം, അങ്ങനെ കുറെ സാധനങ്ങൾ വെക്കുന്നു. നടുക്കില് എല്ലാ 2 കോളത്തിന്റെ ഒരു സെറ്റ് വെക്കുന്നു, മറ്റേ അറ്റത്ത് 3 കോളങ്ങളുടെ കുറെ സെറ്റുകൾ വെക്കുന്നു. ഈ രീതിയിൽ ചെയ്യുന്നതിനെ ഗ്രിഡ് ഫോർമാറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. ഇതും പൊതുവെ ഇപ്പൊ പത്രത്തിൽ ധാരാളമായിട്ട് കാണാം. അതായത് ഒരു പത്രത്തിനെ തന്നെ പലതരത്തിലുള്ള റെക്റ്റാങ്കിൾക്ക് അപ്പുറത്തേക്ക് റെക്റ്റാങ്കിൾക്ക് തന്നെ ഒരു ഫോം ഇത് കൊടുക്കുന്നു. ആ റെക്റ്റാങ്കിളുകൾക്ക് തന്നെ ഒരു ഗ്രൂപ്പാക്കി കൊടുക്കുന്നു. ആ ഗ്രൂപ്പാക്കി കൊടുക്കുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, ഒരു ഗ്രിഡ് ഫോർമാറ്റ് ഉണ്ടാകും. ചില പത്രങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ പൊതുവെ അത് ഹൊറിസോണ്ടലിയും കാണാം, വെർട്ടിക്കലിയും കാണാം. അവയും മോഡുലാർ മേക്കപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ പല ഭാഗത്തായിട്ട് സ്കാറ്റേഡ് ആവാതെ ഒരേപോലെയുള്ളവർക്ക് ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടായിരിക്കും ഈ ഗ്രിഡ് ഫോർമാറ്റിൽ ഉണ്ടാവുക. അത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ ഈ പറയുന്ന തരത്തിലാണ്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ അല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് അവിടത്തേക്ക് പിന്നെ പോകാം, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇനി ഈ പറയുന്ന ഇതില് എങ്ങനെ നമുക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ ഏത് സ്റ്റോറി ആദ്യം വെക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. ആ പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ചില എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതിലെ പ്രിൻസിപ്പിൾസ് പറഞ്ഞ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബാലൻസ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലാത്തതായിരിക്കില്ല. ബാലൻസ് എന്തായിരിക്കും? അത് നമ്മൾ സാധാരണ വലിപ്പ കൂടുതലുള്ള ഒരു വാർത്തയ്ക്ക് വെയിറ്റ് കൂടുതലാണെന്നാണ് നമ്മൾ പറയുക, മാസ് കൂടുതലാണെന്നാണ് പറയുക. അങ്ങനെ മാസ് കൂടുതലായിട്ടുള്ള ഒരു സ്റ്റോറികൾ ഉണ്ട് എങ്കിൽ അതൊരു ഭാഗത്ത് മാത്രം വെക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ ബാലൻസ് ഇല്ലായ്മയായിരിക്കും. ഉദാഹരണത്തിന് നമ്മളുടെ ഒരു വശം മുഴുവൻ 5 കോളത്തിലാണ് നിൽക്കുന്നത്. ഈ 5 കോളത്തിലെ ഓരോ സ്റ്റോറിയും ഓരോ ഇതും ഇങ്ങനെ താഴത്തേക്ക് 5 കോളം ഫോട്ടോ ഒന്നിനു പുറകെ ഒന്നായിട്ട് താഴത്തേക്ക് വെക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് വെയിറ്റ് കൂടുതലും മറ്റേ ഭാഗത്ത് വെയിറ്റ് കുറവുമായിരിക്കും. കാരണം ആ ഭാഗത്ത് കുറെ കൂടി ഡോമിനേറ്റിംഗ്, മറ്റേ ഭാഗം ഡോമിനേറ്റിംഗ് അല്ലാതിരിക്കുകയും ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഇതിന് ആ പേജിന് ബാലൻസ് ഇല്ല എന്നാണ് പറയുക. അപ്പൊ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഉള്ള എല്ലാം
ഒരേപോലെ തന്നെ എല്ലാ വെയിറ്റുകളും ഈക്വലൈസ് ചെയ്യുക, ഒരേപോലെ ആവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി രണ്ട് തരത്തിലുള്ള ബാലൻസ് ആണുള്ളത്. ഒന്ന് ഫോർമൽ ബാലൻസും മറ്റൊന്ന് ഇൻഫോർമൽ ബാലൻസും. അപ്പൊ ഫോർമൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്, അതിനുള്ള രീതി എന്ന് പറയുന്നത് ഈ പേജിനെ നേരെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുക. വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ വെർട്ടിക്കലി ഫോൾഡ് ചെയ്യുക. അപ്പൊ 8 കോളം ആണ് എന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു വശം 4 കോളവും മറ്റേ വശം വീണ്ടും 4 കോളവുമായിരിക്കും. അപ്പോൾ ഈ ഫോർമൽ ബാലൻസിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിന്റെ നിർബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത റൂളാണ് അത്. ആ റൂൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുവശത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതേ മാസമായിരിക്കണം വലതുവശത്ത്. എന്ത് വാർത്തയാണെന്നുള്ളത്, അല്ല എത്ര സ്പേസിലാണ് വാർത്ത വെച്ചിരിക്കുന്നത് അതേ രീതിയിലുള്ള സ്പേസിലായിരിക്കണം വലതുവശത്ത് വെക്കേണ്ടത്. അതായത് ഈ വശം എന്ന് പറയുന്നത് വലതുവശത്തിന്റെ, അതായത് വലതുവശം മീൻസ് നമ്മള് പേജിനെ പൂർണ്ണമായിട്ട് നടുക്കിലൂടെ ഫോൾഡ് ചെയ്തു, വെർട്ടിക്കലി നീളത്തിൽ ഫോൾഡ് ചെയ്തു. അപ്പൊ ഇടതുവശം എന്ന് പറയുന്നത് വലതുവശത്തിന്റെ മിറർ ഇമേജ് പോലെ ഇരിക്കും. എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കോളത്തില് ഒരു സിംഗിൾ കോളം സ്റ്റോറി വെച്ചിട്ടുണ്ടെങ്കിൽ 8ാമത്തെ കോളത്തിലും ഒരു സിംഗിൾ കോളം സ്റ്റോറി വേണം. 2ഉം 3ലും ഒരു ഡബിൾ കോളം സ്റ്റോറി വെച്ചിട്ടുണ്ടെങ്കിൽ 6ലും 7ലും ഒരു ഡബിൾ കോളം സ്റ്റോറി വേണം. 4ാമത്തതിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ള 5ാമത്തതിലും ഒരു സിംഗിൾ കോളം ഫോട്ടോ വേണം. ഇങ്ങനെ കൃത്യമായിട്ട് എന്തൊക്കെ ഇടതുവശത്തുണ്ടോ അത് അതേ സ്ഥാനത്ത് വലതുവശത്ത് ഉണ്ടാകണമെന്ന് ശഠിക്കുന്ന, ഇൻസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബാലൻസിനെയാണ് ഫോർമൽ ബാലൻസ് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് വെരി ഇമ്പോസിബിൾ ടു. നടക്കണ കാര്യമായിട്ട് നമുക്ക് പലപ്പോഴും നടത്തിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണിത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു ചെറിയ ഇളവാണ് ഇൻഫോർമൽ ബാലൻസ് എന്ന് പറയുന്നത്. അല്ല, ഇൻഫോർമലി നമുക്ക് ബാലൻസ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വശത്തെ ഫോട്ടോയെ വേണമെങ്കിൽ മറുവശത്ത് ഒരു ബോക്സ് കൊണ്ട് ചെയ്യാം. അതേപോലെ തന്നെ കൃത്യം ഇടതുവശം വലതുവശത്തിനെ ബാലൻസ് ചെയ്യുക എന്നതിന് അപ്പുറത്തേക്ക് ഡയഗണലി ബാലൻസ് ചെയ്യുക. നമ്മൾ പത്രത്തിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് എൻഡില് മുകളിൽ ലെഫ്റ്റ് എൻഡില് ഒരു 2 കോളം ഫോട്ടോയെ വേണമെങ്കിൽ താഴെ റൈറ്റ് എൻഡില് ഒരു 2 കോളം പരസ്യം കൊണ്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ 3 കോളം പരസ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. അതേപോലെ തന്നെ ഏറ്റവും മുകളിൽ ഒരു 6 കോളം ഫോട്ടോ ഉള്ള ഒരു സ്റ്റോറി വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒരു 7 കോളം ആങ്കർ സ്പേസിൽ ഒരു 7 കോളം വാർത്ത കൊണ്ട് വേണമെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇന്നോടത്ത് വെച്ച് തന്നെ അതിനെ ബാലൻസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഡയഗണലിയോ അല്ലാതെയോ സ്കാറ്റേർഡ് ആയിട്ടോ ഒക്കെയും ഓവറോൾ അത് ബാലൻസ്ഡ് ആകണം. ഒരു ഭാഗത്തേക്ക് വെയിറ്റ് കൂടിയതുപോലെ തോന്നരുത്, ഒരു ഭാഗത്ത് മാസ് കൂടിയതായിട്ട് തോന്നരുത്. ഓവറോൾ അതിനൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണം. ഇതാണ് ബാലൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പെട്ടെന്ന് തോന്നും അതിന് നേരെ വിപരീതമാണെന്ന്, ചില സമയത്ത് അങ്ങനെ തോന്നുകയും ചെയ്യും. ഇനി നമുക്ക് ബാലൻസ് വെർട്ടിക്കലി ബാലൻസ് ചെയ്യാം, ഹൊറിസോണ്ടലി ബാലൻസ് ചെയ്യാം, ഡയഗണലി ബാലൻസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണത്. പിന്നെ നമുക്ക് പറയേണ്ട മറ്റൊന്നാണ് ഫോക്കസ് അല്ലെങ്കിൽ എംഫസിസ്. പെട്ടെന്ന് കേട്ടാൽ ബാലൻസിന് നേരെ ഓപ്പോസിറ്റ് അല്ലേന്ന് തോന്നാം, എങ്കിൽ പോലും അത് ആണെന്ന് വിചാരിച്ചാൽ പോലും ഈ പറഞ്ഞ ഇൻഫോർമൽ ബാലൻസിൽ സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന സ്റ്റോറി ഏതാണ് അല്ലെങ്കിൽ ഫോട്ടോ ഏതാണ്, നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന ഫോട്ടോ ഏതാണ്, സ്റ്റോറി ഏതാണ്, അതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോക്കസ് എവിടെയാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ്. അപ്പോൾ ഒരു പത്രത്തിന് ഒരു മെക്കാനിക്കൽ സെന്റർ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പത്രം നമ്മൾ കൃത്യമായിട്ട് അളന്ന് നോക്കിയെടുക്കുകയാണ് എങ്കിൽ കൃത്യം നടു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനാണ് നമ്മൾ മെക്കാനിക്കൽ സെന്റർ എന്ന് പറയുന്നത്. നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു സെന്ററിനെയാണ് മെക്കാനിക്കൽ സെന്റർ എന്ന് പറയുന്നത്. പക്ഷെ അതല്ല പത്രത്തിന്റെ
ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത്. പത്രത്തിന്റെ ഒപ്റ്റിക്കൽ സെന്റർ പൊതുവെ പറയാറുള്ളത് ഒരു നമ്മള് മുകളിൽ നിന്ന് എടുക്കണ സമയത്ത് ഏതാണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളത്തിനടുത്തായിട്ട് ഏതാണ്ട് 3/8 എന്ന ഒരു ഡിസ്റ്റൻസിൽ വരുന്ന ഒരു സ്പോട്ടിനെയാണ് നമ്മൾ സാധാരണ എന്താണ് ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത്. ഇതാണ് പലപ്പോഴും നമ്മളുടെ ഫോക്കസ് ആയിട്ട് വരാറുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നേരെ പത്രത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് എൻഡില് കുറച്ച് താഴെയൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയാറുള്ളത്. പക്ഷെ അതിന് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഒരൊറ്റ ഒപ്റ്റിക്കൽ സെന്റർ അല്ല, 4 ഒപ്റ്റിക്കൽ സെന്റർ ഉണ്ട്, പത്രത്തിന്റെ 4 മൂലകളിലും ഒപ്റ്റിക്കൽ സെന്റർ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതല്ല റൈറ്റ് സൈഡിലാണ് ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നത്, പത്രത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലല്ല റൈറ്റിലാണ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. എന്തായാലും ഒറ്റ കാര്യമേ ഉള്ളൂ, ഫോക്കസ് എന്ന് പറയുന്നത് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ്. അവിടെ ആയിരിക്കും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വെക്കുന്നുണ്ടാവുക. അതിനോട് ചേർന്നിട്ടായിരിക്കും മറ്റു വാർത്തകളൊക്കെ പോകുന്നുണ്ടാവുക. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാകണമെന്നില്ല, ചില ദിവസങ്ങളിലായിരിക്കും അത് ഉണ്ടാവുക. ആ ദിവസം ആ സ്റ്റോറി വളരെ വലുതാക്കി എംഫസൈസ് ചെയ്ത് വലിയ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടാകും, ബാക്കി സ്റ്റോറികളൊക്കെ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ചില ദിവസങ്ങൾ ഉണ്ടാകും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പറയുന്ന സ്പോട്ടിന് നമ്മൾ ഒപ്റ്റിക്കൽ സെന്റർ എന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ, അങ്ങനെ കൃത്യമായിട്ടൊരു സംഭവം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എംഫസിസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നു. മിക്കവാറും എല്ലാ പത്രത്തിനും ഇത്ര കടുപ്പിച്ച രീതിയിലൊന്നും ഇല്ലെങ്കിലും ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ടാവാതിരിക്കില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നതാണ്. അതായത് പത്രത്തില് വലിപ്പ ചെറുപ്പങ്ങൾ തമ്മിൽ വലിയ ഒരു സ്റ്റോറിയുടെ അടുത്ത് ഇപ്പൊ ഒരു 5 കോളത്തിന്റെ അടുത്ത് ഒരു സിംഗിൾ കോളം വെക്കുന്നു, അതല്ല എങ്കിൽ 5 കോളത്തിൽ തന്നെ ഡബിൾ ഡെക്കർ ആക്കി വെച്ചിട്ടുള്ള വലിയൊരു ഹെഡ്ലൈനിന്റെ അടുത്ത് ഒരു ചെറിയ ഒരു ട്രിപ്പിൾ ഡെക്ക് ആയിട്ടുള്ള ഒരു ചെറിയ സിംഗിൾ കോളം ഹെഡ്ലൈൻ വെക്കുന്നു. ഇങ്ങനെ വലിയ ഫോട്ടോയ്ക്കൊക്കെ അടുത്തൊരു ചെറിയ ഫോട്ടോ വെക്കുന്നു. ഈ രീതിയിൽ വലിപ്പങ്ങൾ തമ്മിൽ, കളറുകൾ തമ്മിൽ ഒക്കെ കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട്, മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമല്ലോ, അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാം ഒരേ വലിപ്പത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 8 കോളത്തിന്റെ ഒന്നാമത്തെ സ്റ്റോറിയും 8 കോളത്തിൽ വെച്ചു, തൊട്ട് താഴെയുള്ളത് അടുത്തതും 8 കോളത്തിൽ വെച്ചു, മൂന്നാമത്തതും 8 കോളത്തിൽ വെച്ചു, നാലാമത്തതും 8 കോളത്തിൽ വെച്ചു, അഞ്ചാമതും ആറാമതും ഒക്കെ 8 കോളത്തിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകില്ല. ഇത് അങ്ങനെയല്ല. ചില സ്റ്റോറികൾ 4 കോളത്തിൽ വെക്കുന്നു, ചിലത് 2 കോളത്തിലാവും വെക്കുന്നുണ്ടാവുക, ചിലത് 8 കോളത്തിൽ വെക്കുന്നതാവും, ചിലത് 6 കോളത്തിലാവും വെക്കുന്നുണ്ടാവുക. അങ്ങനെ പല വലിപ്പങ്ങള്, പല കളറുകള്, പല ഹെഡ്ലൈൻ സൈസുകള്, പക്ഷെ എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു വൃത്തി ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആ ഒരു വലിപ്പ ചെറുപ്പങ്ങൾ തമ്മിലുള്ള ഒരു ഭംഗിയാണ്, മിക്സ് ആൻഡ് മാച്ചിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോൺട്രാസ്റ്റ് ഒരു പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോഴും അവിടെ എന്തുണ്ടാകണം? ഒരു ഹാർമണി ഉണ്ടാകണം. ഇപ്പൊ ഹാർമോണിയം എന്ന വാക്ക് ആലോചിച്ചാൽ മതി. ഹാർമോണിയത്തില് ഓരോ കട്ടയ്ക്കും ഓരോ ശബ്ദമായിരിക്കും ഉണ്ടാവുക, പക്ഷെ ആസ് ഇറ്റ് ഈസ് ഒന്നിച്ചു വരുന്ന സമയത്ത് അതിനൊരു ഹാർമണി ഉണ്ടാകും, ഒരു സുഖം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പേജ് ചില പല പല വലിപ്പവും പലതരത്തിലുള്ള കളറും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവസാനം അതിനൊരു ഹാർമണി, ഒരേപോലത്തെ ഒരു സുഖം ഉണ്ടാകണം. അത് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുക കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ടൈപ്പ് സൈസുകളും അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ബോഡി ടെക്സ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഒപ്പം ചേർത്ത് വെക്കാവുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പേജിനകത്ത് എന്തൊക്കെയുണ്ടോ അവ തമ്മിലൊരു ഒത്തുവരുത്തം ഉണ്ടാവണം, അവ തമ്മിലൊരു ചേർച്ച ഉണ്ടാകണം. അതെല്ലാം കൂടെ കൂടിയിട്ട് ഒറ്റ പേജാണെന്ന് തോന്നണം. അല്ലാണ്ട് ഇടതുവശവും വലതുവശവും തമ്മിൽ ചേരാത്ത പോലെ തോന്നരുത്, അല്ലെങ്കിൽ മുകൾ വശവും താഴ്വശവും തമ്മിൽ ചേരാത്ത പോലെ തോന്നരുത്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒറ്റ സിംഗിൾ എൻറ്റിറ്റി ആണെന്ന് തോന്നിക്കണം. അതിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇതൊരൊറ്റ പേജ്. അതേപോലെ തന്നെ പല പേജുകൾ ഉണ്ടാകും ആ പത്രത്തിൽ, അതെല്ലാം കൂടെ ഒരൊറ്റ പത്രത്തിന്റെ ഭാഗമാണെന്ന് തോന്നിക്കുന്നതിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന അടുത്തതെന്ന് പറയുന്നത് വെറൈറ്റിയാണ്. യൂണിറ്റി ഉള്ളപ്പോൾ തന്നെ എന്ത് വേണം? വെറൈറ്റി എന്ന് പറഞ്ഞൊരു സാധനവും കൂടെ വേണം. അതായത് എന്താണ്
എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെയല്ല മെയിൻ ഹെഡ്ലൈൻ വെക്കുക, എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെയല്ല മെയിൻ ഫോട്ടോ വെക്കുക, ഒരേ സൈസിലല്ലായിരിക്കും മെയിൻ ഫോട്ടോ വെക്കുന്നുണ്ടാവുക. അപ്പൊ അതെല്ലാം വെറൈറ്റി നൽകുന്നുണ്ട്. ഈ വെറൈറ്റിയുടെ ഒപ്പം തന്നെ എന്ത് വേണം? യൂണിറ്റി വേണം. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് യൂണിറ്റി വേണം. ഈ വെറൈറ്റി എല്ലാം കൂടെ ചേർന്നിട്ട് അതിനൊരു ഒരു ഒറ്റ സ്വഭാവം തോന്നിക്കുന്നതിനെയാണ് നമ്മൾ പേജിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വെറൈറ്റിയും വേണം. ആൻഡ് ദെൻ ലാസ്റ്റ്ലി ഇറ്റ് ഷുഡ് ഹാവ് റിഥം ഓർ മൂവ്മെന്റ്. അത് എല്ലാം കഴിഞ്ഞാലും അത് നമുക്കറിയാം, നമ്മുടെ മുമ്പിലിരിക്കുന്ന പത്രം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, അനങ്ങാത്തൊരു സാധനമാണ്. എന്നാൽ പോലും അതിനൊരു മൂവ്മെന്റ് വേണം. ആ നമ്മുടെ റീഡേഴ്സിന്റെ കണ്ണുകൾ ഓരോ വാർത്തയിലൂടെയും കടന്നു പോകണം. പൊതുവെ പറയാറുള്ളത് ആളുകളുടെ നമ്മളിങ്ങനെ കൃത്യം ഇടത്തുനിന്ന് വലത്തോട്ട് മുഴുവനൊന്നും ഒരാളും പത്രം വായിച്ചേ മതിയാവും നിർബന്ധമില്ലാത്ത ഒരാളും അങ്ങനെ വായിക്കില്ല. അവരാകെ കൂടെ ഒന്ന് നോക്കുകയാണ് ചെയ്യുക. ഏതാണ്ട് ലേസി എസ് എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ ലേസി എസ്, അതായത് ഈ എസ് തന്നെ തിരിച്ചിടുന്ന പോലത്തെ ഒരു എസ്, അങ്ങനെ ഒരു ലേസി എസ് അല്ലെങ്കിൽ സെഡ് എന്നുള്ള അക്ഷരം എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെയാണ് കണ്ണ് മൂവ് ചെയ്യുക എന്നൊരു പറച്ചിലുണ്ട്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് സ്മൂത്ത് ആവുകയാണെങ്കിൽ ആ പേജിനേഷൻ ശരിയാകും. അപ്പൊ ആ മൂവ്മെന്റ് സ്മൂത്ത് ആകുന്ന രീതിയിലായിരിക്കണം പേജിനേഷൻ വേണ്ടത്. അപ്പൊ ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള ഈ പ്രിൻസിപ്പിൾസ്: ബാലൻസ്, ഫോക്കസ്, കോൺട്രാസ്റ്റ്, യൂണിറ്റി, ഹാർമണി, വെറൈറ്റി ആൻഡ് റിഥം ഓർ മൂവ്മെന്റ്. ഓക്കെ, ഓക്കെ ആണോ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇങ്ങനെ ചെയ്യണ സമയത്ത് എങ്ങനെയാണ് ഈ ഡിസൈനിൽ ഉള്ള സ്റ്റേജുകൾ എന്താണ് എന്നൊരു സംഭവം കൂടിയുണ്ട്. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എ ഡിസൈൻ. നമ്മൾ ആദ്യം പറഞ്ഞ ഡിസൈൻ എങ്ങനെയാന്ന് പറഞ്ഞല്ലോ, അതിലുള്ള ഡിഫറെന്റ് സ്റ്റേജസ്. ഒന്ന്, ആ സ്റ്റേജുകളിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എംപത്തൈസ് ചെയ്യുക. എംപത്തൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പത്രം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ആരെയാണ് ഈ പത്രം നമ്മൾ വായിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ മനസ്സിലാക്കി അവരുമായി എംപത്തൈസ് ചെയ്തിട്ട്, അതായത് അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ കൂട്ടി ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ സർവേ നടത്തിയിട്ടോ അതല്ല എങ്കിൽ അവരുടെ റീഡർഷിപ്പ് അനാലിസിസ് നടത്തിയിട്ടോ ഒക്കെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്യുക, അവരെ നമ്മളുടെ റീഡറിനെ നമ്മൾ മനസ്സിലാക്കുക. അതാണ് എംപത്തൈസ് എന്ന് പറയുന്നത്. അങ്ങനെ എംപത്തൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിഫൈൻ എന്താ വെച്ചാൽ കിട്ടിയ ഈ ഡേറ്റുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പാക്കേജ് ഡിഫൈൻ ചെയ്യുന്നു. നമ്മളുടെ വായനക്കാർ ഇന്ന തരത്തിലുള്ള ആളുകളാണ്, അവർക്ക് ഇന്ന താല്പര്യങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് എന്നുള്ളതാണ് രണ്ടാമത്. അതിനെയാണ് ഡിഫൈൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഡിഫൈൻ ചെയ്തെടുക്കുന്നു. പിന്നെ ഉള്ളത് ഐഡിയേറ്റ്. അത് വെച്ചുകൊണ്ട് ഇത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഐഡിയകൾ, പലതരത്തിലുള്ള കോമ്പിനേഷൻസിന്റെയും മറ്റുമുള്ള ഐഡിയകൾ കൊടുക്കുന്നു. ഈ ഐഡിയ കൊടുക്കുമ്പോഴും ഒറ്റ ഐഡിയ അല്ല ഉണ്ടാവുക. ഈ ഐഡിയകൾ വെച്ചുകൊണ്ട് 3, 4, 5 ഒക്കെ തരത്തിലുള്ള പല 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 ഡിസൈനുകൾ ഉണ്ടാക്കുന്നു. ഇവയെ നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രാഗ് രൂപം, ആദിമ രൂപം എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ ഡിസൈനിൽ നമ്മൾ 5, 6 പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കുന്നു. നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാകാം. ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 4, 5 തരത്തിലുള്ള രൂപങ്ങളുണ്ട്. ഇതിനുള്ളിൽ കടന്നായിരിക്കണം നമ്മളുടെ ഒരു ഡിസൈനിങ് സംഭവങ്ങൾ നടക്കുന്നുണ്ടാവുക. അപ്പൊ അതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ്ലി അത് ടെസ്റ്റ് ചെയ്യണം. ഇതിൽ ഏതാണ് കൂടുതൽ നന്നാവുക, ഏതാണ് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുക. ഈ സ്റ്റേജുകളിലൂടെയാണ് ഡിസൈൻ എന്ന് പറയുന്ന സംഭവം കടന്നു പോകുന്നത്. ഓക്കെ, ഇതും കൂടെ ആയിരുന്നു പറയാനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ചില ടിപ്പുകൾ കൂടെ പറയാം. യൂഷ്വലി അതായത്
നമ്മൾ ഒരു ഫോക്കൽ പോയിന്റ് ഒക്കെ നമ്മൾ എത്ര കാര്യമായിട്ട് ഡിഫൈൻ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ബേസിക്കലി പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആയിക്കോട്ടെ, പിക്ചർ ആയിക്കോട്ടെ, ദാറ്റ് മീൻസ് ഇമേജ് ആയിക്കോട്ടെ, അത് എല്ലാവരുടെയും അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്. ഡോമിനന്റ് സ്പോട്ട് എവിടെയാണോ അവിടെയാണ് വെക്കേണ്ടത്. ദെൻ കളർ സ്കീം എന്ന് പറയുന്നത് ആ കണ്ടന്റുമായിട്ട് ചേർന്നതായിരിക്കണം. അവിടെ നമ്മളിനി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വാർത്തയുമായി ചേരുന്ന ഒരു കളർ സ്കീം ആയിരിക്കണം അന്നത്തെ ദിവസത്തെ അതായിട്ട് ഉണ്ടാകേണ്ടത്. വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒട്ടും തന്നെ അതിൽ കോംപ്രമൈസ് പാടില്ല. ഇമ്പോർട്ടൻസിനനുസരിച്ച് ടെക്സ്റ്റിന്റെ പ്രത്യേകിച്ച് ഹെഡ്ലൈൻ്റെ സൈസ് മാറാം. എന്നാലും ഒരു പരിധിക്ക് അതിന് പോകാവുന്ന മാക്സിമം വലിപ്പം എത്രയാണെന്നതിനെ കുറിച്ചൊരു ധാരണ വേണം. ഈ പറയുന്നവയെല്ലാം തമ്മിൽ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുകയും വേണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡോമിനന്റ് ആയിട്ടുള്ള പൊസിഷനിൽ വെക്കണം. കളർ സ്കീം എപ്പോഴും ടെക്സ്റ്റുമായിട്ട് അല്ലെങ്കിൽ അന്നത്തെ കണ്ടന്റുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം. വൈറ്റ് സ്പേസിനെ മറന്നു പോകരുത്. ടെക്സ്റ്റിന്റെ സൈസ് വാർത്തയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടായിരിക്കണം. എന്തൊക്കെ തരത്തിൽ എന്തൊക്കെ വെക്കുകയാണെങ്കിലും അവ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യണം. അവ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ. അപ്പോ എന്നാ നമുക്ക് ഇന്നിപ്പോ 2 ദിവസമായില്ലേ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. Okay. Bye. Good night. Good night.